ഓം സദാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗിവിദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. കൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥന തുടരുന്നു. പരമാത്മാവ് അഥവാ ഭഗവാൻ സമാധീതനാണ്. അദ്ദേഹം സമമാണെന്ന് പറയപ്പെടുന്നു. ഏകരസം എന്നാൽ ഇല്ലെങ്കിൽ സമാം ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മാറ്റമില്ലാത്തത് എന്നാണ് അർത്ഥം. സർവേശ്വരൻ്റെ അതീന്ദ്രിയമായ നില നിത്യതയുടെയും പരമാനന്ദത്തിൻ്റെയും പൂർണ്ണ ജ്ഞാനത്തിൻ്റെയും നിലയാണ്. ഓരോ വ്യക്തി ശരീരത്തിലുമുള്ള വ്യക്തിഗതമായ ആത്മാവിൻ്റെ സാക്ഷിയും ഉപദേഷ്ടാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഏകരസം എന്ന നിലയ്ക്ക് അണുപോലും മാറ്റം സംഭവിക്കുന്നില്ല. അതായത് 54 ലക്ഷം തരം ജീവജാലങ്ങളും മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെ ഈശ്വരശക്തിയുടെ പ്രകൃതിയിലെ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ഒരു മനുഷ്യ ശരീരത്തിലുമുണ്ട്. ശരീരത്തിൽ എന്തൊക്കെ പ്രപഞ്ചശക്തികളുണ്ടോ അതേ ശക്തികൾ തന്നെ പ്രപഞ്ചത്തിലുമുണ്ട്. അപ്പോൾ പ്രത്യക്ഷ പരോക്ഷ രൂപത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ശക്തി പരമാത്മാ ചൈതന്യമാണ്. അത് ഭൗതിക ശക്തിയുടെ നിലനിൽപ്പിന് പോലും ആധാരമായിരിക്കുന്ന ആത്മശക്തി എന്ന് തന്നെയാണ് പരമാത്മശക്തി. അപ്പോൾ 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ കടന്നു വന്ന് മനുഷ്യജന്മം കിട്ടുമ്പോൾ അതിൻ്റെ ആ ഈശ്വരശക്തിയുടെ ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും തത്തുല്യമായിട്ട് എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ നിറച്ചു വെച്ചിട്ടുണ്ട്. അത് നിജപ്പെടുത്തി കൂടെ വെച്ചിരിക്കുന്നത്. കാരണം 50% ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഭൗതിക ശക്തികളെ പോലും ശരീരത്തെ പോലും നിലനിർത്താൻ സാധിക്കില്ല. അപ്പം നമ്മളിത് അവബോധമില്ലാതെ ആത്മബോധമില്ലാതെ ഈശ്വരവിശ്വാസമില്ലാതെ ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ സാധിക്കുന്നത് ഈ നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈശ്വരശക്തിയുടെ പ്രഭാവമാണ്. അതാണ് 50% നേച്ചറും 50% കൾച്ചറും എന്ന് പറയുന്നത്. അപ്പോൾ കൾച്ചറിൻ്റെ അതിപ്രസരത്താൽ 50% ഈശ്വരൻ്റെ ശക്തി ഉണ്ടെങ്കിലും അത് മറഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ആ പരോക്ഷ രൂപമാണ് ഭൗതിക ശക്തിക്ക് പോലും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രോ സർവ പ്രാണികളിലും സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പ്രാണൻ തന്നെയാണ് എല്ലാ ജീവപ്രാണികളിലും ജീവാത്മാവായിട്ട് ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് അവർക്ക് ഓർമ്മയും മറവിയും അറിവും ഉണ്ടാക്കി കൊടുക്കുന്നത് ഭഗവാനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ഇങ്ങ് താഴെയുള്ള ഉറുമ്പ് വരെയുള്ള എല്ലാറ്റിൻ്റെയും വ്യക്തിഗതമായിരിക്കുന്ന ആത്മാവ് തൽക്കാല ശരീരത്തിന് അനുസരണമായിട്ടാണ് അവൻ്റെ ആത്മീയ കഴിവുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതാണ് നമ്മുടെ കൾച്ചറാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ട് നേച്ചറിൻ്റെ ഡെവലപ്പ് അറിയുന്നില്ല. നേച്ചർ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഈ ആത്മീയ ശക്തിയുടെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വര ശക്തിയുടെ ഉപയോഗം കൊണ്ടാണ് ഭൗതിക ശക്തിയിൽ നമ്മൾ പ്രാഗൽഭ്യം നേടുന്നത്. അപ്പോൾ അത് ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാറ്റിനെയും വ്യക്തിഗതമായിട്ടെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും ആത്മഗതമായിരിക്കുന്ന തൽക്കാല ശരീരത്തിന് അനുസരണമായിട്ടുള്ള അവൻ്റെ ആത്മീയ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് പോലും ഭൗതികതയിൽ പോലും ഞാൻ ഉണ്ടെന്ന് തോന്നലും ഇതാണ് എൻ്റെ ശരീരമാണ് സത്യം എന്ന് മാത്രം വിശ്വസിച്ച് ഈശ്വരനെ വിശ്വസിക്കാതെ പ്രവർത്തിക്കാനുള്ള പ്രേരണ പോലും ഉള്ള വസ്തുവിനെയാണ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അത് അവ്യക്തമായതുകൊണ്ട് അചിന്ത്യമായതുകൊണ്ട് അവികാര്യമായതുകൊണ്ട് ആർക്കും പെട്ടെന്ന് പ്രത്യക്ഷ പ്രമാണമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഭൗതിക ശക്തിയുടെ പ്രകടനം പോലും ആത്മീയ ശക്തിയുടെ കീഴിലാണ് നടക്കുന്നത്. അപ്പോൾ ആത്മീയമായ കഴിവുകളാണ് ഭൗതികത്തിലൂടെ നമ്മൾ പ്രകടമാക്കപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലോ അതിലും താഴേക്കിടയിലുള്ള ജീവികളിലൂടെ ശരീരത്തിലോ ഉള്ള വ്യക്തിഗതമായിട്ടുള്ള ആത്മാവിൻ്റെ അതേ വിഭാഗത്തിൽ പെടുന്നതാണ് ദേവന്മാരും. അതിനാൽ ബുദ്ധിമാന്മാർ ദേവന്മാരെ ആരാധിക്കുന്നില്ല. കൃഷ്ണന്റെ അനന്തമായിരിക്കുന്ന പ്രതിനിധികളുടെ ബദ്ധ ശരീരത്തിലുള്ള പ്രത്യക്ഷം മാത്രമാണവർ. ശരീരത്തിൻ്റെ ആകൃതിക്കും ഘടനയ്ക്കും ആനുപാതികമായിട്ട് മാത്രമേ വ്യക്തിയുടെ ആത്മാവിനും സ്വന്തം ശക്തിയും പ്രാപ്തിയും പ്രദർശിപ്പിക്കാനാകുകയുള്ളൂ. എന്നാൽ പരമപുരുഷന് രൂപമോ ആകൃതിയോ എന്തു തന്നെ ആയിരുന്നാലും തൻ്റെ മുഴുവൻ കഴിവുകളും ഒരു മാറ്റവും കൂടാതെ പ്രദർശിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ഈശ്വരനും
മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈശ്വരനും വ്യക്തിയുടെ ആത്മാവും ഒന്നു തന്നെയാണെന്ന മായാവാദി ദാർശനികരുടെ സിദ്ധാന്തം സ്വീകാര്യമല്ല. കാരണം വ്യക്തിഗതമായിരിക്കുന്ന ആത്മാവിന് വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലൂടെ വികാസത്തിന് അനുസൃതമായിട്ട് അവൻ്റെ ശക്തിയും കഴിവുകളും വികസിപ്പിക്കേണ്ടതുണ്ട്. ഒരു ശിശുവിൻ്റെ ശരീരത്തിലെ വ്യക്തിഗതമായ ആത്മാവിന് മുതിർന്ന മനുഷ്യൻ്റെ ശക്തിയും കഴിവും പ്രദർശിപ്പിക്കാനാകില്ല. പക്ഷേ ഒരു ശിശുവായി മാതാവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ പോലും പൂതന തുടങ്ങിയ തന്നെ ആക്രമിക്കാൻ വന്ന അസുരവർഗത്തെ മുഴുവൻ നിഗ്രഹിച്ച് തൻ്റെ മുഴുവൻ ശക്തിയും കഴിവുകളും പ്രകടിപ്പിക്കാൻ പരമപുരുഷന് കഴിഞ്ഞു. അതിനാൽ പരമപുരുഷന്റെ ആധ്യാത്മികമായുള്ള കഴിവുകൾ ഏക രസമാണ്, അഥവാ മാറ്റമില്ലാത്തതാണ്. അങ്ങനെ വരുമ്പോൾ പരമപുരുഷൻ മാത്രമാണ് ആരാധ്യമായ വസ്തു. ഭൗതിക പ്രകൃതിയുടെ ശക്തി കൊണ്ട് മലിനപ്പെടുത്തുന്നവർക്ക് ഇക്കാര്യം പൂർണ്ണമായിട്ട്, അഥവാ മലിനപ്പെടാത്തവർക്ക് അറിവുള്ളതാണ്. ഇക്കാര്യം പൂർണ്ണമായിട്ട് ഈ ഭൗതിക ശക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഈ സത്യത്തെ ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ ഭൗതിക ശക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കടന്ന് ഈശ്വരശക്തിയെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുക്താത്മാക്കൾക്ക് മാത്രമേ പരമപുരുഷനെ ആരാധിക്കാൻ പറ്റൂ. അല്പബുദ്ധികളായിട്ടുള്ള മായാവാദികൾ അഥവാ ഭൗതികവാദികൾ ദേവന്മാരും പരമപുരുഷനും ഒരേ നിലയിലാണെന്ന് കരുതി ദേവന്മാരെ ആരാധിക്കുന്നു. വീണ്ടും പ്രണാമങ്ങൾ അർപ്പിച്ച് ശേഷം വേദമൂർത്തികൾ ഇപ്രകാരം വീണ്ടും തുടർന്നു പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ, അനേകം ജന്മങ്ങൾക്ക് ശേഷം യഥാർത്ഥ ജ്ഞാനികൾ പരിപൂർണ ജ്ഞാനത്തിൽ അങ്ങയുടെ പാതാരബിന്ദങ്ങളെ പൂജിക്കുന്നു. അനേകം ജന്മങ്ങൾ കഴിഞ്ഞ് മഹാത്മാവ് വാസുദേവൻ, അതായത് കൃഷ്ണനാണെന്ന കാരണങ്ങൾക്കെല്ലാം കാരണൻ അങ്ങ് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ തിരുമുമ്പിൽ ആത്മസമർപ്പണം ചെയ്യുന്നു എന്ന ഭഗവാന്റെ ഗീതാവാക്യം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. വേദങ്ങൾ തുടർന്ന് പറഞ്ഞു: നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും തന്നത് ഭഗവാനാകയാൽ ഈ ഉപകരണങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവയെ മുഴുവൻ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ വ്യാപരിപ്പിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഭൗതിക കർമ്മങ്ങളിൽ തെറ്റായിട്ട് പ്രവർത്തിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ജീവാത്മാവ് കുടുക്കിൽപ്പെട്ട് വീണ്ടും വീണ്ടും ബന്ധനത്തിൽപ്പെട്ട് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് അടിമയായി പോകുന്നത്. ജീവാത്മാക്കളുടെ കർമ്മഫലമായിട്ട് വിവിധതരം ശരീരങ്ങളാണ് അവയ്ക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അവയെല്ലാം ജീവാത്മാക്കളുടെ ആഗ്രഹമനുസരിച്ച് സൃഷ്ടിച്ചത് ഭൗതിക പ്രകൃതിയുമാണ്. നമ്മൾ ഏതേത് ജന്മങ്ങളിൽ ഏതേത് കർമ്മവാസനയും ജന്മവാസനയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ശരീരം ത്യജിക്കുന്നുവോ അതേ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് കൊണ്ട് തന്നെയുള്ള ശരീരത്തെ കൊടുക്കുകയും ഏത് ഇച്ഛ വെച്ചുകൊണ്ട് വാസനാബലത്താലാണോ ശരീരം ത്യജിക്കുന്നത് അതേ ഇച്ഛകൾ സാധിക്കുന്നതിന് ഉതകുന്നതായ ശരീരത്തെ പ്രദാനം ചെയ്ത് അവരെ വീണ്ടും രക്ഷിക്കുന്നതും ഭഗവാൻ തന്നെയാകുന്നു. അതാണ് ഇവിടെ ജീവാത്മാക്കളുടെ ആഗ്രഹമനുസരിച്ച് സൃഷ്ടിച്ച അത് ഭൗതിക പ്രകൃതിയാണ്. ആ നിശ്ചിത ഇനം ശരീരം ജീവാത്മാവ് ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്നതിനാൽ സർവേശ്വരന്റെ ആജ്ഞയനുസരിച്ച് ഭൗതിക പ്രകൃതി അവന് അത് നൽകുകയും ചെയ്യുന്നു. ഉന്നതാധികാരികളുടെ നിയന്ത്രണത്തിന് കീഴിൽ ഒരു ജീവാത്മാവിനെ പുരുഷ ശുക്ലത്തിൽ അടക്കം ചെയ്ത് ഒരു നിശ്ചിത ശരീരം വളർത്തിയെടുക്കാനായിക്കൊണ്ട് ഒരു നിശ്ചിത സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കുത്തിവെക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവത 3-ാം സ്കന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വയം തിരഞ്ഞെടുത്ത ഒരു നിശ്ചിത മാർഗത്തിൽ തൻ്റെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെ ഉപയോഗപ്പെടുത്തി ഒരു നിശ്ചിത ഇനം ശരീരം വളർത്തിയെടുത്ത് ജീവാത്മാവ് അതിൽ തന്നെ ബന്ധനസ്ഥനായി തീരുന്നു. ഈ രീതിയിൽ അതിന് വിവിധ ജീവഗണത്തിൽ സ്ഥിതി ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അവസ്ഥാന്തരങ്ങളും പരിതസ്ഥിതികളും അനുസരിച്ച് ആ ഗണം ദേവന്റെയോ മനുഷ്യൻ്റെയോ മാർഗത്തിൻ്റെയോ ആയിരിക്കാം. ഇവിടെ നമ്മൾ ജീവാത്മാവിൻ്റെ പ്രയാണത്തെപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് തരത്തിൽ ശരീരം ത്യജിച്ചാലും ആ ആത്മാവ് സാധാരണഗതിയിൽ അതിൻ്റെ അടുത്ത ശരീരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കേണ്ടി വരും. സാധാരണഗതിയിൽ അത് 1 വർഷം കൊണ്ടാണ് ഏകദേശം
ഊർധ്വമൂലത്തിലേക്ക് എത്തുന്നത് തന്നെ. ഊർധ്വമൂലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകം മുതൽ ഉറുമ്പ് വരെയുള്ള പ്രാണികൾക്കൊക്കെ പുനരാവർത്തനത്തിന് വിധേയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ശരീരപ്രാപ്തി ലഭിക്കുന്നതും സെൻട്രൽ പവറായിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ജീവാത്മാവിൽ നമ്മൾ അംശമായി തീർന്ന ശരീരം കിട്ടിയതും 84 ലക്ഷം തരം ജന്മങ്ങളിലൂടെ കടന്നു വന്ന ഒരു ജീവാത്മാവ് നേച്ചറും കൾച്ചറും 50-50% തുലനാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. അതിൽ നിന്ന് ബന്ധനം പെടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒക്കെയുള്ള അവരവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചു കൊണ്ടുള്ള ശരീരപ്രാപ്തി ലഭിക്കുന്നത് അപ്രകാരമാണ്. പക്ഷേ സാധാരണഗതിയിൽ ഒരു ശരീരം കിട്ടിയിട്ട് അത് ത്യജിക്കപ്പെട്ടാൽ അഥവാ മരണവിധേയമായി കഴിഞ്ഞാൽ ആ ജീവാത്മാവ് 1 വർഷം കൊണ്ടാണ് ബ്രഹ്മലോകവും കടന്ന്, ഒരു പ്രാവശ്യം സൃഷ്ടിച്ച ആൾക്ക് വീണ്ടും സൃഷ്ടിക്കാനുള്ള പ്രോസസ്സ് പ്രാപഞ്ചികമായ ശക്തികളെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അനന്തരഗതി തീരുമാനിക്കുന്ന ഭഗവാനാണ് അർത്ഥം. അതേപ്രകാരം നമ്മുടെ ഭൂമിയിൽ വന്നിട്ട് ജീവിക്കുന്ന അനുസരിച്ചായിരിക്കും അനന്തരഗതിയും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ അനന്തര ശരീരപ്രാപ്തി പോലും തീരുമാനിക്കപ്പെടുന്നത്. അതിനും ഭഗവാന് കൈയൊന്നുമില്ല. പക്ഷെ പ്രോസസ്സ് ഇപ്രകാരമാണ്. ശരീരം ത്യജിച്ച് ജീവാത്മാവ് 1 വർഷം കൊണ്ട് ഊർധ്വമൂലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴത്തേനും നമ്മുടെ കർമ്മത്തിൻ്റെ കർമ്മവാസന, ജന്മവാസന, സ്വഭാവം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ശരീരം എന്താണ് കൊടുക്കേണ്ടത്, ഇല്ല ഏത് ശരീരമാണ് ഇവനെ കിട്ടേണ്ടത് എന്നുള്ളത് നമ്മുടെ ജാതകപ്രകാരം അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ലഭിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടും. അവിടെ നിന്ന് മേഘപാളികളിലൂടെയോ ഇല്ല ജലാംശത്തിലൂടെയോ വന്നിട്ട് എവിടെയാണോ ജനിക്കേണ്ടത്, ആരായിരിക്കണം അച്ഛൻ, ആരായിരിക്കണം അമ്മം എന്നൊക്കെ ആ പോസ്റ്റുകളൊക്കെ സ്ഥിരനിഷ്ഠമായിട്ടുണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ തന്നെ ഇച്ഛിക്കുന്ന അനുസരിച്ചായിരിക്കും ശരീരം കിട്ടുക. നമ്മൾ തന്നെയായിരിക്കും തീരുമാനിക്കുക ആരുടെ മകനായിട്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോസസ്സിൽ വരുമ്പോൾ നമ്മുടെ ജാതകത്തിൽ തന്നെ ഉണ്ടാവും അച്ഛനാരായിരിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ജീവാത്മാവ് ശരിക്കും വന്ന് പതിക്കുന്നത് എവിടെയാണോ ജനിക്കേണ്ട ആ സ്ഥാനം വരെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആരുടെ മകനായിട്ടാണ് ജനിക്കേണ്ടത്, പിതാവിൻ്റെ സ്ഥാനവും മാതൃസ്ഥാനവും ഒക്കെ കൽപ്പിക്കപ്പെട്ടുണ്ട്. ആരൊക്കെ ആയിരിക്കണം സഹോദരന്മാരായിട്ട് വരേണ്ടത്, സഹോദരിമാരായിട്ട് വരേണ്ടത്, ബന്ധുക്കൾ ആരൊക്കെ ആയിരിക്കണം, ഇതൊക്കെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കെട്ടുപാട് അതിലുണ്ടായിരിക്കുന്ന. അപ്പോൾ ആ ജീവാത്മാവ് വന്ന് ജലത്തിലൂടെ വന്ന്, ഇല്ലെങ്കിൽ ജലാംശത്തിലൂടെ മേഘപാളികളിലൂടെ വന്നിട്ട് ജലമായിട്ട് തീർന്ന് എവിടെയാണോ ജനിക്കേണ്ടത് അവിടെ ഭൂമിയിൽ വന്ന് പതിക്കുകയും അവിടെ സസ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നമയമായ ശരീരപ്രാപ്തി അവിടുന്ന് തുടങ്ങുകയാണ്. ആ ജീവാത്മാവ് ഏതൊരു അന്നത്തിൽ പ്രവേശിക്കുന്നു അവിടെ തൊട്ട് അന്നമയമായ ശരീരം ലഭിക്കുന്നു. ആ അന്നം ഭക്ഷണം കഴിക്കുന്ന പിതാവ് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആ ജീവാത്മാവ് പുരുഷ ശരീരത്തെ പ്രവേശിക്കുകയും ആരായിരിക്കണം അമ്മ എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അവർ കാലത്തിനനുസരിച്ച് സംഗമിച്ച് ആ ഗർഭപാത്രത്തിൽ ഉടലെടുക്കുകയും ചെയ്യും. അപ്പോൾ ബീജം എന്ന് പറയുന്നത് ഭഗവാന്റെ വരദാനമാണ്. അത് ജീവാത്മാവാണ്. അത് ആ ജീവാത്മാവിൻ്റെ എല്ലാ ശരീരത്തിനും അല്ലെങ്കിൽ എല്ലാ സൃഷ്ടികൾക്കും അടിസ്ഥാനപരമായിരിക്കുന്ന ബീജം ഞാൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്തിൽ ഈ ആത്മാവിൻ്റെ ഗതിയെപ്പറ്റി പറയുമ്പം ഗർഭപാത്രം പോലും തിരഞ്ഞെടുക്കുന്നത് ജീവാത്മാവാണ് എന്ന് പറയുന്നുണ്ട്. പരലോക നിയമങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ പറയുന്നുണ്ട് ജീവാത്മാവ് തന്നെ ആരുടെ ഗർഭപാത്രത്തിലാണ് വന്ന് ജനിക്കേണ്ടത്. അതൊക്കെ അപ്പോയിൻമെൻറ്റ് ഓർഡറിലുണ്ടാവും. പിതാവാരായിരിക്കണമെന്നും അച്ഛനാരായിരിക്കണമെന്നും അമ്മയാരായിരിക്കണം, എവിടെയാണ് ജനിക്കേണ്ടത്, സഹോദരങ്ങൾ ആരൊക്കെ ആയിരിക്കണം, സഹോദരികൾ ഉണ്ടെങ്കിൽ ആരൊക്കെ ആയിരിക്കണം, ഇതൊക്കെ കംപ്ലീറ്റ് ബന്ധുമിത്രാദികളെ പോലും ആത്മബന്ധം കൊണ്ട് തീരുമാനിക്കപ്പെട്ടിട്ടാണ് വന്ന് ജനിക്കുന്നതെന്നർത്ഥം. വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അങ്ങനെ എന്നുവരെ കർമ്മബന്ധനം തീരുന്നില്ല. ഈ ബ്രഹ്മലോകം മുതൽ ഉറുമ്പ് വരെയുള്ള, ബ്രഹ്മാവനും മുതൽ ഉറുമ്പ് വരെയുള്ള പ്രാണികൾക്ക് ഈ പ്രോസസ്സിലാണ് ജന്മാന്തരം ഈ ഭൂമിയിൽ വന്ന് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത്, ബഹൂനിമേ വ്യതീതാനി ജന്മാനി തവദാർജുന. ഞാനും നിങ്ങളൊക്കെ എത്രയോ ജന്മങ്ങൾ എടുത്തുന്നു. ഭഗവാൻ ഈ മായയിൽ പെടാതിരിക്കുന്നുകൊണ്ട്, മായാബന്ധിതമല്ലാത്തതുകൊണ്ട് ഭഗവാൻ എപ്പോൾ ഇച്ഛിക്കുന്നോ അതനുസരിച്ചുള്ള ശരീരപ്രാപ്തി ഭഗവാന് സാധിക്കും. ഇതേ പ്രോസസ്സ് തന്നെ നമുക്കും സാധ്യമാണ്. നമ്മൾ മായയിൽ പെടാതെയാണെങ്കിൽ ഇച്ഛിക്കുന്ന അനുസരിച്ച് ഇനി ജനിക്കണമെങ്കിൽ ആരുടെ മകനായിട്ട് എവിടെ എന്തായിട്ട് ജനിക്കണമെന്ന് മായയിൽ പെടാതെ തീരുമാനിച്ചാൽ അത് സാധിക്കും. മായയിൽപ്പെട്ടാൽ പിന്നെ ആ മായയുടെ ബന്ധനങ്ങളാണ് ആത്മബന്ധം, രക്തബന്ധം, നക്ഷത്രബന്ധമൊക്കെ തീരുമാനിക്കുക. ആ ബന്ധനത്തിൽ നിന്ന് മുക്തനായിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീണ്ടും ശരീരം എടുത്ത് വരേണ്ടതില്ല.
പിന്നെ ഭഗവാനിലേക്ക് പോയി എത്താം. ഈ മായാബന്ധം കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നത്. ആ മായാബന്ധത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ പിന്നെ ജീവൻ മുക്തിയായി എവിടുന്ന് വന്നോ അങ്ങോട്ട് ഭഗവാനിലേക്ക് മായാബന്ധിതമല്ലാത്ത, ഒരിക്കലും നാശമില്ലാത്ത സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ നാശമില്ലാത്ത ആത്മാവിനെ കൊണ്ട് സമർപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ അനേക ജന്മങ്ങൾക്ക് കാരണവും വരുന്നത് നമ്മുടെ കൾച്ചറിലുള്ള ഡെവലപ്മെൻ്റാണ്. നേച്ചറിൽ നമ്മൾ കൾച്ചർ ഉപയോഗിച്ചുകൊണ്ട് നേച്ചറിനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നേച്ചർ പ്രകൃതിയായുള്ള സ്വഭാവത്തിലേക്ക് നമ്മൾ കൂടുതൽ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നേച്ചറിൻ്റെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ ഈശ്വരനിലേക്ക് പോയി ലയിക്കുക എന്നുള്ളതാണ്. കർമ്മബന്ധനങ്ങളില്ലാതെ വന്ന സെക്കൻഡിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരുടെയും അനുവാദത്തിന് പോലും കാത്തു നിൽക്കേണ്ട ആത്മാവ് ഭഗവാനിലേക്ക് ചെല്ലും. ഈ മായാബന്ധനത്തിൽപ്പെട്ടിട്ടാണ് വീണ്ടും വീണ്ടും ആധ്യാത്മികയിൽ വന്നാൽ പോലും ഈ കർമ്മബന്ധനം ഉണ്ടാക്കുന്നർത്ഥം. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭൗതിക ലോകത്ത് കുടിയിപ്പോയ ജീവാത്മാവിന് സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം മുക്തി നേടാനാവില്ലെന്ന് മഹാത്മാക്കൾക്ക് അറിയാം. അതിന് ഭഗവാന്റെ അനുഗ്രഹവും കൂടെ വേണം. നമ്മൾ ഒരു ചുവട് മുമ്പോട്ട് വെച്ചാൽ പിന്നീടുള്ള ചുവട് വയ്പ്പിക്കുന്ന ഭഗവാൻ നമ്മളെ സഹായിക്കാനും ഒക്കെ അതുപോലുള്ള മഹാത്മാക്കളുടെ ആത്മാക്കളും നമ്മളെ തയ്യാറാണ്. നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം കാണിച്ചു തരാനും ഒക്കെ അനേകം പേരെ ഭഗവാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും മാർഗദർശനത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഒരു ചുവട് വെച്ചാൽ മതി, ഏതെങ്കിലും വിധത്തിൽ നമ്മളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഭഗവാൻ ചെയ്യും. ഒരു ചുവട് വെച്ചാൽ മതി, 4 ചുവട് ഭഗവാൻ നമ്മളെ കൊണ്ട് വയ്പ്പിക്കും. അതിന് സൂക്ഷ്മ ശരീരികളായിട്ടുള്ള ആത്മാക്കളും ശരീരത്തോടി വരുന്ന ഗുരുക്കന്മാരുടെ സ്ഥാനത്തിരിക്കുന്ന ആത്മാക്കളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വഴികാട്ടിയായിട്ട് അനേകം പേരുണ്ടായിരിക്കും. അതേപോലെ നമുക്ക് ബന്ധനത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കട്ടെ. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.